ഈ പാടത്തൊക്കെ ശരിക്കും പോലെ വഴിയില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൊയ്ത്ത് മെഷീനും കാര്യങ്ങളൊക്കെ ഇറക്കാനാണ് ബുദ്ധിമുട്ട്. അങ്ങനെയുള്ള ഒരു പാടശേഖരമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇവിടേക്ക് ശരിക്കും റോട്ടിൽ നിന്ന് കറക്റ്റ് പാടത്തേക്ക് ഒരു വഴിയില്ല. ഇതിപ്പോൾ പറമ്പിൽ കൂടി നമ്മൾ റെയിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ കൊയ്ത്ത് യന്ത്രം ഇറക്കുന്നത്. അപ്പോൾ ഈ ഏരിയ ഒരു 10 ഏക്കറോളം അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഏരിയയുടെ ഈ സൈഡിലേക്ക് പോകാനാണ് നമുക്ക് വഴിയില്ലാത്തത് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തെ സൈഡൊക്കെ ഇതിന് ശേഷം നട്ടതാണ്, അതൊന്നും കൊയ്യാനായിട്ടില്ല. അപ്പോൾ അതിൽ കൂടി വണ്ടി കൊണ്ടുവരാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അവിടെ റോഡ് ഉള്ളതാണ്. അപ്പോൾ അവിടെ ട്രാക്ടർ റാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വണ്ടി ഇറക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള ഏരിയയിലേക്ക് ഇപ്പുറത്തെ സൈഡ് നേരത്തെ പണിത സ്ഥലത്തേക്ക് നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ഏരിയ എന്തുകൊണ്ടാണ് നേരത്തെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം അവസാന ടൈമിലൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ നവംബർ ആ ടൈമിലൊക്കെ വെള്ളം വേഗം വറ്റിച്ചിട്ട് ഇവിടെ നേരത്തെ നട്ടു കൊടുക്കും. ഇത് കരഭൂമിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയ ഒക്കെ ഇതുപോലെ നേരത്തെ പണിത് കഴിഞ്ഞാലാണ് നമുക്ക് കൊയ്ത്ത് വരാൻ നമുക്ക് വെള്ളം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കറക്റ്റ് നെല്ലിന് വെള്ളം കൊടുക്കാൻ പറ്റില്ല. ഇവിടെ ശരിക്കും ടയർ വണ്ടിയൊക്കെ ആയിട്ടാണ് നമ്മൾ കൊയ്യാറ്. മൊത്തത്തിൽ എല്ലാ ഭാഗം കൊയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടി ഒക്കെ റോട്ടിൽ കൂടി നമുക്ക് ടയർ വണ്ടി കൊടുന്ന് കൊയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടി ചെയ്യാൻ വണ്ടി ആകുമ്പോൾ നമുക്ക് കൊയ്ത്തിന് ചാർജ് കൂടുതലാണ്. 2000 രൂപ 2300 രൂപ ഒക്കെ മണിക്കൂറിന് വരുന്നുണ്ട്. ടയർ വണ്ടിയാണെന്നുണ്ടെങ്കിൽ 1800 1600 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടയർ വണ്ടി കൊണ്ട് കൊയ്യാൻ പറ്റും. ടയർ വണ്ടിനാട്ടും കുറച്ചുകൂടി സ്പീഡ് ഇങ്ങനെയുള്ള ചെയ്യാൻ വണ്ടിക്കാണ് കേട്ടോ. അതുപോലെ ഈ ചെയ്യാൻ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ല, ഏത് ഭാഗത്ത് നമുക്ക് ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. ടയർ വണ്ടി നമുക്ക് ഇത്രയും സിമ്പിളായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, കുറച്ചുകൂടി വലുപ്പമുള്ള വണ്ടിയല്ലേ. ഈ ഒരു ഏരിയക്ക് ഒരു 200 മീറ്റർ അകലത്ത് നിന്നാണ് വെള്ളം കൊണ്ടുവരാറ്. അപ്പോൾ വെള്ളം കൊണ്ടുവരുന്ന ഈ ഫ്ലെക്സിബിൾ പൈപ്പൊക്കെയാണ് ഇത്. അപ്പോൾ ഇതൊക്കെ കൊയ്ത്ത് വണ്ടി കയറുന്നത് കാരണം ഇതിപ്പോൾ എല്ലാം മാറ്റിയിട്ട് ചുരുട്ടിയിട്ട് ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവെക്കും. ഈ കാണുന്ന ഈ വണ്ടി വരുന്ന ഈ റോഡ് ഉണ്ടല്ലോ, ഇത് പാടത്തുനിന്ന് മണ്ണെടുത്തിട്ട് പാടത്തിന്റെ സെന്ററിൽ കൂടെ ജസ്റ്റ് ഒരു വഴി പോലെ ഉണ്ടാക്കിയതാണ്. റോഡ് പോലെ തന്നെ പറയാം, റോഡ് പോലെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ട്രാക്ടർ കൊയ്ത്ത് വണ്ടിയൊക്കെ പോകാനൊരു സൗകര്യത്തിന് ഉണ്ടാക്കിയിട്ടില്ല. ഇതിൽ നിന്ന് 2 സൈഡിലേക്ക് ഇപ്പോൾ നമ്മൾ ട്രാക്ടർ റാമ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളെ പാടശേഖരത്തിന്റെ അണ്ടറിൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ടിൽ നിന്നുമാണ് ഇങ്ങനെയുള്ള റാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. എപ്പോഴും കൊയ്ത്ത് നമ്മൾ നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം കൊയ്യായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത്ര അധികം ബൾക്ക് നെല്ലൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് ഉണക്കാൻ നിൽക്കണം. ഉണക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പോൾ കണ്ടത്തിൽ നിലനിർത്തിയിട്ട് തന്നെ അത് മെയിനായിട്ട് ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് കൊയ്ത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചാക്കിലൊക്കെ വരും. ഇവിടെ ഇപ്പോൾ നമ്മൾ കൊയ്യുന്ന കുറച്ച് ഉണക്കക്കുറവുണ്ട്. കാരണം ഇതിൽ കുറച്ച് ഭാഗവും നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ കാലം ഉണങ്ങിയിട്ട് അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ മണി കൊഴിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ അത് കുറച്ച് ഭാഗമായിട്ട് കൊയ്യാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം അത് കൊയ്യാനുള്ളത് കൊണ്ട് ഈ ഭാഗം കൂടി കൊയ്തിട്ട് ബാക്കിയുള്ള നെല്ലൊക്കെ നമുക്ക് ഉണങ്ങാത്ത നെല്ല് സെപ്പറേറ്റ് ആയിട്ട് ഉണക്കിയിട്ട് നമുക്ക് ചാക്കിലാക്കാവുന്നതാണ്. കൊയ്ത നെല്ലെല്ലാം പാടത്ത് തന്നെ ഇടാറില്ല. കൂടുതലും നമ്മൾ ഇതുപോലെ ട്രാക്ടറിൽ അതിൽ പെട്ടിയിലാക്കിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് മുറ്റത്തൊക്കെ ഇട്ടിട്ട് ഉണക്കുകയാണ് ചെയ്യുക. പിന്നെ നല്ല ഉണങ്ങിയ നെല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പാടത്തൊരു സൗകര്യം ഉണ്ടാക്കിയിട്ട് അവിടെ തന്നെ ചാക്കിലാക്കിയിട്ട് വലിയ വണ്ടി വരുന്ന ഭാഗമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചാക്കിൽ അവിടെ നിന്ന് തന്നെ സപ്ലൈകോയുടെ നേതൃത്വത്തിലേ അവിടെ നിന്ന് തന്നെ നമുക്ക് മില്ലിൻ്റെ വണ്ടിയിൽ കയറ്റി കൊടുക്കാം. ഇവിടെ ഇപ്പം അങ്ങനെ നമ്മൾ പാടത്തുനിന്ന് ഇത് കയറ്റി കൊണ്ടുപോകില്ല, ഉണക്കാനുള്ളത് കൊണ്ട് തന്നെ ഇതുപോലെ ട്രാക്ടറിലൊക്കെ കയറ്റിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ ഉണക്കി സെറ്റാക്കി ചാക്കിലാക്കിയിട്ട് പിന്നീടാണ് നമ്മൾ യൂണിയന്മാരൊക്കെ അണ്ടറിൽ ഇത് ബംഗാളികളോടാണ് നമ്മളിത് ചാക്കിലാക്കി. എന്നിട്ട് അവസാനം യൂണിയന്മാരാണ് ഇത് മില്ലിൻ്റെ വണ്ടിയിൽ കയറ്റി സെറ്റ് ചെയ്തിട്ട് സപ്ലൈക്കൊക്കെ കൊടുക്കുന്ന രീതി, അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കാം.